Good morning to all. Last class we ratio in the chapter division problem in the section we discuss question discuss next question angles of a linear pair are in the ratio 4:5. What is the measure of each angle? ഒരു linear pair രണ്ട് angles തമ്മിലുള്ള ratio 4:5 ആണെങ്കിൽ ആ രണ്ട് ആംഗിളിന്റെ മെഷർമെന്റ്സ് എന്താണെന്ന് കണ്ടെത്തുക. ഓക്കേ, അപ്പോൾ എന്താണ് ഒരു ലീനിയർ പെയർ എന്ന് പറഞ്ഞാൽ? ഓക്കേ, ഒരു ലൈനെ വേറെ ലൈൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ ഡിവൈഡ് ചെയ്യുന്ന ലൈനിന്റെ രണ്ട് എൻഡിലും ഉണ്ടാകുന്ന ആംഗിളാണ് ലീനിയർ പെയർ. അല്ലെങ്കിൽ അടുത്തടുത്തുള്ള രണ്ട് ആംഗിളിന്റെ സം 180 ഡിഗ്രി ആണെങ്കിൽ അങ്ങനെ അടുത്തടുത്ത് വരുന്ന രണ്ട് ആംഗിളിനാണ് നമ്മൾ എന്തെന്ന് പറയണേ? ലീനിയർ പെയർ എന്ന് പറയണേ. അതായത് അടുത്തടുത്ത് വരിക മീൻസ് ഒരു ആംഗിളിനെ രണ്ട് ആംഗിളിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ലൈൻ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അങ്ങനെ വരുന്നതാണ് ലീനിയർ പെയർ എന്ന് പറയുന്നത്. എന്താണ് ജസ്റ്റ് വരച്ച് കാണിക്കാം. ഇങ്ങനെ ഒരു ലൈൻ വന്ന് കിട്ടിയാൽ ഒരു ലൈന് ഇങ്ങനെ ഒരു ലൈൻ വന്ന് സ്ലാൻഡഡ് ആയിട്ട് ടച്ച് ചെയ്താൽ ഈ ലൈനിന്റെ ലെഫ്റ്റിലും റൈറ്റിലും ഉണ്ടാകുന്ന ആംഗിളാണ് ലീനിയർ പെയർ. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നോക്കാം. അങ്ങനെയുള്ള രണ്ട് ലീനിയർ പെയറിന്റെ ആംഗിൾ നമ്മൾ എക്സ് എന്ന് എടുക്കും. ആംഗിൾസ് ആർ x, y. രണ്ട് ആംഗിൾ ഉണ്ടാകുന്ന രണ്ട് ആംഗിളാണ് ലീനിയർ പെയർ എന്ന് പറഞ്ഞപ്പോൾ ആംഗിൾ x, y എന്ന് എടുത്താൽ തന്നിട്ടുണ്ട്. ആ രണ്ട് ആംഗിളിന്റെ സം എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും രണ്ട് ആംഗിളിന്റെ സം ലീനിയർ പെയർ ആണെങ്കിൽ ആ രണ്ട് ആംഗിളിന്റെ സം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഇനി ആ രണ്ട് ആംഗിൾ തമ്മിലുള്ള റേഷ്യോ എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്താണ്? x:y 4:5 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആ രണ്ട് ക്വാണ്ടിറ്റി അല്ലെ രണ്ട് ആംഗിളിന്റെ റേഷ്യോയും അറിയാം, ആ രണ്ട് ആംഗിളിന്റെ സമ്മും അറിയാം. ഓക്കെ, നമ്മൾ എന്താണ് ഇപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്? ഇതേ ഫോമിലുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ? ക്വാണ്ടിറ്റീസിന്റെ റേഷ്യോയും ആ രണ്ട് ക്വാണ്ടിറ്റിയുടെ സമ്മ് കിട്ടിയാൽ നമുക്ക് ആ രണ്ട് ക്വാണ്ടിറ്റി എന്ത് മാത്രം ഉണ്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ x:y 4:5 and x+y 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? x രണ്ട് ആംഗിളിന്റെയും ഫസ്റ്റ് ആണ് x എടുക്കുന്നത്. അപ്പൊ 4/4 + 5 of 180 ഡിഗ്രി. ഇതാണ് ടോട്ടൽ. അപ്പോൾ 4/9 of 180 ഡിഗ്രി, അതായത് 4/9 into 180 ഡിഗ്രി. ഇനി 4 into 180 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 20 വരും. 4 into 20 which is equal to 80 ഡിഗ്രി. അപ്പോൾ x is equal to 80 ഡിഗ്രി കിട്ടി. അങ്ങനെയാണെങ്കിൽ ഓൾറെഡി y എന്തായിരിക്കും? 100 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണ് എല്ലാം 180 കിട്ടുള്ളൂ. ഇനി അല്ലാതെ നമുക്ക് y കണ്ടുപിടിക്കുന്ന ഫോം നോക്കാം. y is equal to 4:5 എന്നാണ്. വൈയുടെ ബേസിൽ എടുക്കുന്നത് എന്താണ്? 5 ആണ്. അപ്പം 5/4 + 5 ഓഫ് ടോട്ടൽ എത്രയാണ്? 180 ഡിഗ്രി. ഓക്കെ, അപ്പൊ എന്ത് വരും? 5/9 ഓഫ് 180 ഡിഗ്രി which is equal to 5/9 into 180 which is equal to 5 into 180/9 ചെയ്യുമ്പോൾ 20 വരും. 5 into 20 which is equal to 100 ഡിഗ്രി. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടി എന്താണ്? x is equal to 80 degree and y is equal to 100 degree. Okay, അപ്പോൾ എന്താണ്? ഈ ലീനിയർ പെയറിലുള്ള രണ്ട് ആംഗിൾസ് ആർ 80 degree and 100 degree. ഓക്കെ, ഇത് എങ്ങനെയാണ് നമുക്ക് ഈ 100 ഡിഗ്രി കിട്ടിയത്? നമ്മൾ ആ രണ്ട് ആംഗിളിലെ സം 180 ഡിഗ്രി ആണെന്ന് അറിയാം, കാരണം ലീനിയർ പെയർ ആണ്. രണ്ട് ആംഗിൾ തമ്മിലുള്ള റേഷ്യോ 4:5 തന്നിട്ടുണ്ട്. അങ്ങനെയാണ് രണ്ട് ആംഗിൾ കണ്ടെത്താൻ ഫസ്റ്റ് ക്വാണ്ടിറ്റി is equal to ഈ ഫസ്റ്റ് നമ്പർ അത് ന്യൂമറേറ്റർ ആയിട്ട് വരും. ഈ രണ്ട് നമ്പറോട് ആഡ് ചെയ്യുന്നത് ഡിനോമിനേറ്റർ ആയിട്ട് വരും. അപ്പോൾ 4/9 ഓഫ് ടോട്ടൽ 180 ഡിഗ്രി. അപ്പോൾ 4/9 ഓഫ് 180 ഡിഗ്രി ആണ് 80 ഡിഗ്രി. അടുത്തത് 5/9 ഓഫ് 180 which is equal to 100 ഡിഗ്രി. അങ്ങനെയാണ് രണ്ട് ആംഗിൾ 80 and 100 ആണ് കിട്ടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്രോ എ ലൈൻ AB of length 9 centimeters. A point P is to be marked on it such that the length of AP and BB are in the ratio 1:2. How far from A should P be marked? Compute this and mark the point. 9 cm length ഉള്ള ഒരു ലൈൻ AB വരയ്ക്കുക. ആ ലൈനിൽ ആ ലൈനിന്റെ ഇടയ്ക്ക് P എന്ന് പറയുന്ന ഒരു പോയിന്റ് മാർക്ക് ചെയ്യണം. അതായത് ഇപ്പൊ 9 cm length ഉള്ള ഒരു AB വരച്ചു. ABക്ക് ഇടയ്ക്ക് ഒരു പോയിന്റ് P മാർക്ക് ചെയ്യണം. ഇനി ആ P മാർക്ക് ചെയ്യേണ്ട പ്രത്യേകത എന്ന് പറഞ്ഞപ്പോൾ ഈ P മാർക്ക് ചെയ്യാൻ വേണ്ടി ആ ലൈന് AP യും PB ആയിട്ട് മാറും. രണ്ട് ലൈൻ സെഗ്മെന്റ് ആയിട്ട് മാറും മാർക്ക് ചെയ്യുമ്പോൾ. ഓക്കെ, അങ്ങനെ കിട്ടുമ്പോൾ ആ രണ്ട് ലൈൻ സെഗ്മെന്റിന്റെ റേഷ്യോ AP യും PB യും തമ്മിലുള്ള റേഷ്യോ 2:1 ആവണം.
2:1 അല്ല 1:2 ആണ്. 1:2 ആണ്. ആ റേഷ്യോയിൽ വേണം നമ്മൾ പി എന്ന് പറയുന്ന പോയിന്റ് വരാൻ. അപ്പൊ എ പി ഈസ് ടു പി ബി ഈസ് ഈക്വൽ ടു 1:2 എന്ന് വരണം. നമുക്കറിയാം എ പി പ്ലസ് പി ബി ടോട്ടൽ ലെങ്ത് എന്ത് വരും 9 സെന്റിമീറ്റർ ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഈ പി എന്ന് പറയുന്ന പോയിന്റ് എവിടെ വരണം, എയിൽ നിന്ന് എത്ര സെന്റിമീറ്റർ അകലെ വരണമെന്ന് കണ്ടെത്തുക. എന്നിട്ട് നിങ്ങൾ അങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക എന്നാണ് പറയുന്നത്. ഞാൻ റഫായിട്ട് വരച്ചാണ്. എ ബി എന്ന് പറഞ്ഞ ലൈൻ വരച്ചു. അതിലിടയ്ക്ക് ഒരു പി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടാവും. ആ പി എന്ന് പറയുന്ന പോയിന്റ് വരുമ്പോൾ ആ ലൈൻ എ പി പി ബി ആയിട്ട് മാറും. പക്ഷെ നമുക്കറിയാം എ പി പി ബി നമ്മുടെ റേഷ്യോ 1:2 ആവണം. എ പി പി ബി തമ്മിലുള്ള സമ്മ് 9 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നമ്മൾ രണ്ട് ക്വാണ്ടിറ്റീസിന്റെ റേഷ്യോ അറിയാം, രണ്ട് ക്വാണ്ടിറ്റിയുടെ സമ്മ് അറിയാമെങ്കിൽ ആ രണ്ട് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാമല്ലോ. ഫസ്റ്റ് ക്വാണ്ടിറ്റി എ പിയുടെ ലെങ്ത് ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് എ പി ഈസ് ഈക്വൽ ടു 1/1 + 2 ഓഫ് ടോട്ടൽ ലെങ്ത് എത്രയാണ് 9, 1/3 ഓഫ് 9 which is equal to 1/3 into 9 എന്ത് വരും അപ്പോൾ 3 സെന്റിമീറ്റർ. അപ്പൊ എ പിയുടെ ലെങ്ത് എന്താണെന്ന് കിട്ടി 3 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ബി പി കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ ബി പി ഈസ് ഈക്വൽ ടു 2/3 ഓഫ് 9 which is equal to 2/3 into 9 which is equal to 3. 9 3 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വരും 3 വരും. 2 into 3 6 സെന്റിമീറ്റർ. അപ്പൊ എന്ത് കിട്ടി ബി പിയുടെ ലെങ്ത് 6 സെന്റിമീറ്റർ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഫെയർ ആയിട്ട് വരയ്ക്കുക. ഫസ്റ്റ് 9 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈൻ എ ബി വരയ്ക്കുക. എയിൽ നിന്ന് 3 സെന്റിമീറ്റർ മാറി പി എന്ന് പറയുന്ന പോയിന്റ് ബന്ധപ്പെടുത്തുക. ഇത് 3 സെന്റിമീറ്റർ ആക്കണം, ഇത് 6 സെന്റിമീറ്റർ ആക്കണം കേട്ടോ. ടോട്ടൽ എത്ര വരണം 9 സെന്റിമീറ്റർ ആണ്. അപ്പൊ എന്ത് കിട്ടും നമുക്ക് ഈ പറഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആൻസർ കിട്ടും. പി എന്ന് പറയുന്ന പോയിന്റ് എയിൽ നിന്ന് 3 സെന്റിമീറ്റർ അകലെയും വരയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Draw a line 15 cm long. A point is to be marked on it, dividing the length in the ratio 2:3. Compute the distance and mark the point. Okay, മുമ്പ് ചെയ്ത അതേ സെയിം ക്വസ്റ്റ്യൻ ആണ്. 15 cm ലെങ്ത് ഉള്ള ലൈൻ വരയ്ക്കുക. ആ ലൈനിനകത്ത് ഒരു പോയിന്റ് മാർക്ക് ചെയ്യണം. ആ പോയിന്റ് മാർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകത ആ ലൈനെ ആ പോയിന്റ് 2:3 എന്ന് പറയുന്ന റേഷ്യോയിൽ കട്ട് ചെയ്യണം. അങ്ങനെയെങ്കിൽ ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ആ ലൈനിന്റെ രണ്ട് എൻഡിലോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടെത്തുക. അപ്പോൾ ഇപ്പോൾ ചെയ്ത പോലെ നോക്കുക, സെയിം ആയിട്ട് നോക്കുക. ഒരു ലൈൻ 15 സെന്റിമീറ്റർ ലെങ്തുള്ള ലൈൻ റഫ് ആയിട്ട് വരയ്ക്കാം. 15 സെന്റിമീറ്റർ ലൈൻ എ ബി ഉണ്ടെന്ന് കരുതുക. അവിടെ നമ്മൾ ആ ലൈനിന്റെ ഇടയ്ക്ക് പി എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്യണം. പി എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്യുമ്പോൾ ആ ലൈനെ അത് 2:3 എന്നുള്ള റേഷ്യോയിൽ കട്ട് ചെയ്യണം. അതായത് ആ ലൈൻ എ പിയും പി ബി ആയിട്ട് മാറും. ആ ലൈൻ കട്ട് ചെയ്യുന്ന റേഷ്യോ 2:3 ആയിരിക്കണം. അതായത് എ പിയും പി ബിയും ലെങ്തിന്റെ റേഷ്യോ 2:3 ആവണം. അതുപോലെ തന്നെ എ പി പ്ലസ് പി ബി നമുക്ക് എത്രയാണെന്ന് അറിയുകയും ചെയ്യും. എത്രയാണ് അത് 15 സെന്റിമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ എ പിയും പി ബിയും എത്രയാണെന്ന് കണ്ടെത്തുക. അതാണ് നമുക്ക് എ പിയും പി ബിയും കണ്ടെത്തുക. എന്നിട്ട് ആ പോയിന്റ് മാർക്ക് ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എ പി ഈസ് ഈക്വൽ ടു എന്ന് പറയാം. എ പി ഈസ് ഈക്വൽ ടു 2/2 + 3 ഓഫ് 15 which is equal to 2/5 of 15 which is equal to 2/5 into 15. 15 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കിട്ടും. അപ്പോൾ 2 into 3 6, അതായത് 6 സെന്റിമീറ്റർ എന്ന് കിട്ടും. അതായത് എ പിയുടെ നീളം 6 സെന്റിമീറ്റർ. ദെൻ അതുപോലെ ബി പി ഈസ് ഈക്വൽ അല്ലെ പി ബി ഈസ് ഈക്വൽ ടു 3/5 of 15 which is equal to 2:3 എന്ന റേഷ്യോ അല്ല കട്ട് ചെയ്യുന്നത്. അപ്പോൾ 3/5 into 15 which is equal to 3 into 3 9 സെന്റിമീറ്റർ. അതായത് എ പിയുടെ നീളം 6 സെന്റിമീറ്റർ, ബി പിയുടെ നീളം 9 സെന്റിമീറ്റർ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് 15 സെന്റിമീറ്റർ ലെങ്തുള്ള 15 സെന്റിമീറ്റർ ലെങ്തുള്ള ലൈൻ എ ബി വരച്ചു. എയിൽ നിന്ന് 6 സെന്റിമീറ്റർ മാറി ഒരു പോയിന്റ് പി അടയാളപ്പെടുത്തി. then എന്ത് കിട്ടും, അവിടെ പി എന്ന് കൊടുത്തു. ഇത്രയും ചെയ്താൽ മതി. 15 സെന്റിമീറ്റർ ലെങ്തുള്ള ലൈൻ എ ബി വരയ്ക്കുക. അവിടെ നിന്ന് എയിൽ നിന്ന് 6 സെന്റിമീറ്റർ മാറ്റി ഒരു പോയിന്റ് അടയാളപ്പെടുത്തുക. അവിടെ പി എന്ന് കൊടുക്കുക. അപ്പോൾ എ പിയുടെ നീളം 6 ആയിരിക്കും, ബി പിയുടെ നീളം അല്ലെ ബി പിയുടെ നീളം 9 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, next question. Sita and Sobi divided some money in the ratio 3:2 and Sita got 480 rupees. What is the total amount they divide? സീതയും സോബിയും കുറച്ച് രൂപ വീതിച്ചെടുത്തു. അവർ വീതിച്ചെടുത്ത റേഷ്യോ 3:2 ആയിരുന്നു. സീതയ്ക്ക് അങ്ങനെ വീതിച്ചെടുത്തപ്പോൾ 480 rupees കിട്ടി. അങ്ങനെയെങ്കിൽ ആകെ എത്ര രൂപയാണ് അവർ ഡിവൈഡ് ചെയ്തത് എന്ന് കണ്ടെത്തുക. അപ്പോൾ എന്ത് കിട്ടിയാൽ മതി, നമുക്ക് സോബിക്ക് കിട്ടിയ ഒരു രൂപയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ കണ്ടുപിടിക്കാമല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അറിയാം സീതയും സോബിയും മണി ഡിവൈഡ് ചെയ്തെടുത്ത റേഷ്യോ ആണ്
3:2. അതായത് money get Sita and money get Sobi is equal to 3:2 എന്നുള്ള റേഷ്യോയിലാണ്. ഇനി അതേസമയം സീതയ്ക്ക് കിട്ടിയ മണി എത്രയാണ് നമുക്കറിയാം. സീതയ്ക്ക് 480 rupees ആയിരുന്നു. സീതയ്ക്ക് കിട്ടിയ മണി ഞാൻ സീതയുടെ പ്ലേസിൽ കൊടുത്തു 480 is to Sobi. അതായത് സോബിക്ക് കിട്ടിയ മണി will get Sobi is equal to 3:2. അതേ റേഷ്യോയിലാണ്. ആ റേഷ്യോ തന്നിട്ടുണ്ടല്ലോ. ഓക്കെ, അങ്ങനെ നമുക്കറിയാം AD A is to B is equal to C is to D ആണെങ്കിൽ AD is equal to BC. അപ്പോൾ എന്ത് കിട്ടും നമുക്ക് 480 into 2 is equal to Sobi. അതായത് money get Sobi into 3. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? അപ്പോൾ സോബിക്ക് കിട്ടുന്ന എമൗണ്ട് ആണെന്ത്? Sobi is equal to 480 into 2 divided by 3 which is equal to 160 into 2. 480 നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു which is equal to 320 rupees. അതായത് money get Sobi. സോബിക്ക് കിട്ടിയ മണിയാണ് 320 rupees. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? സീതയ്ക്ക് 480 ഉം സോബിക്ക് 320 ആണെങ്കിൽ ടോട്ടൽ മണി is equal to 480 plus 320 which is equal to 800 rupees. ഈ ടോട്ടൽ എമൗണ്ട് ആണ് കണ്ടുപിടിക്കാൻ നമ്മളോട് ചോദിച്ചു. 480 plus 320 for 800 rupees. അപ്പോൾ ടോട്ടൽ മണി is equal to 800 rupees. Next question. In a right triangle, the two smaller angles are in the ratio 1:4. Compute these angles. അതായത് ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ? അതിന്റെ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും, ബാക്കി രണ്ട് ആംഗിളിനെ നിങ്ങളുടെ സമ്മ കൂട്ടിക്കഴിഞ്ഞാൽ അത് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ ആ ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ ബാക്കി ആ ചെറുതായിട്ടുള്ള രണ്ട് ആംഗിളിന്റെയും 90 ഡിഗ്രി അല്ലാത്ത ബാക്കി രണ്ട് ആംഗിളിന്റെ സമ്മ എന്ന് പറയുന്നത്, ആ ബാക്കി രണ്ട് ആംഗിളിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:4 ആണെങ്കിൽ ആ രണ്ട് ആംഗിൾ എത്രയാണെന്ന് കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തെടുത്തു? x, y are smaller angles of a right triangle. x ഉം y ഉം ഒരു റൈറ്റ് ട്രയാങ്കിളിലെ സ്മോളർ ആംഗിൾസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ഓക്കെ, അതായത് ഇങ്ങനെ റൈറ്റ് ട്രയാങ്കിൾ വരച്ചാൽ ഇവിടെ വരുന്ന രണ്ട് ആംഗിൾ. അങ്ങനെയെങ്കിൽ ആ രണ്ട് ആംഗിളിലെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. x is to y is equal to 1:4. അതുപോലെ തന്നെ ഈ രണ്ട് ആംഗിൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഈ ഒരു ആംഗിൾ 90, ബാക്കി രണ്ട് ആംഗിളിന്റെ സമം എത്രയായിരിക്കണം? 90 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു ആംഗിളിന്റെ ടോട്ടൽ മൂന്ന് ആംഗിളിന്റെ സമം 180 ഡിഗ്രി കിട്ടും. അപ്പോൾ x plus y is equal to 90 ഡിഗ്രി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? x ഉം y തമ്മിലുള്ള റേഷ്യോയും അറിയാം, x plus y എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് അറിയാമെങ്കിൽ x ഉം y കണ്ടെത്താലോ. x is equal to 1/1 plus 4 of x ന്റെ y യുടെ സം എത്രയാണ്? 90 ഡിഗ്രി. ഓക്കെ, അപ്പൊ എന്ത് പറയാം? 1/5 of 90 which is equal to 1/5 into 90 which is equal to 90 നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 18 കിട്ടും. 18 ഡിഗ്രി. നെക്സ്റ്റ് y ഇതുപോലെ കണ്ടുപിടിക്കാം. y is equal to 4/5 of 90 which is equal to 4/5 into 90 which is equal to 4/5 4 into 18 which is equal to 72 degree. അതായത് smaller angles are 18 degree and 72 degree. ഓക്കെ, ഒന്നുകൂടെ പറയാം. രണ്ട് ആംഗിളിന്റെ റേഷ്യോ 1:4 ആണ് തന്നിട്ടുണ്ട്. ആ രണ്ട് ആംഗിളിന്റെ സമം 90 ഡിഗ്രി ആണെന്ന് അറിയുകയും ചെയ്യാമെങ്കിൽ ആ രണ്ട് ആംഗിൾ കണ്ടെത്താൻ ഫസ്റ്റ് ആംഗിൾ ഈസ് ഈക്വൽ ടു 1 ഈ രണ്ട് നമ്പറോട് കൂട്ടുക. 1/1 plus 4 of 90 which is equal to 1/5 of 90 which is equal to 1/5 into 90 which is equal to 90/5 ആണ് 18 ഡിഗ്രി. നെക്സ്റ്റ് y is equal to 4/5 of 90 which is equal to 4/5 into 90 which is equal to 4 into 18 which is equal to 72 ഡിഗ്രി. അപ്പോൾ റൈറ്റ് ട്രയാങ്കിളിന്റെ സ്മോളർ ആംഗിൾസ് ഏതൊക്കെയാണ്? 18 ഡിഗ്രി ആൻഡ് 72 ഡിഗ്രി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Draw a rectangle of perimeter 30 centimeters and length of sides in the ratio 1:2. Draw two more rectangles of the same perimeter with the length of sides in the ratio 2:3 and 3:7. Compute the areas of all three triangles. അതായത് ഒരു ട്രയാങ്കിൾ 30 സെന്റിമീറ്റർ പെരിമീറ്റർ ഉള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. അതുപോലെ തന്നെ ആ ട്രയാങ്കിൾ 30 സെന്റിമീറ്റർ പെരിമീറ്റർ ഉള്ള ഒരു റെക്ടാങ്കിൾ വരയ്ക്കുക. അതുപോലെ തന്നെ ആ റെക്ടാങ്കിളിന്റെ സൈഡ്സിന്റെ റേഷ്യോ 1:2 ആയിരിക്കണം. അതുപോലെ തന്നെ രണ്ട് റെക്ടാങ്കിളോട് സെയിം പെരിമീറ്റർ ഉള്ള രണ്ട് റെക്ടാങ്കിളോട് വരയ്ക്കണം. പക്ഷെ ആ രണ്ട് റെക്ടാങ്കിളിന്റെ പ്രത്യേകത തന്നിട്ടുണ്ട്.
അതിൽ വരയ്ക്കുന്ന രണ്ടാമത്തെ റെക്റ്റാങ്കിളിന്റെ സൈഡ് സെന്റ് റേഷ്യോ 2:3, മൂന്നാമത് വരയ്ക്കുന്ന നമ്മുടെ റെക്റ്റാങ്കിളിന്റെ സൈഡ് സെന്റ് റേഷ്യോ 3:7 വരയ്ക്കണം. അതുപോലെ തന്നെ 3 റെക്റ്റാങ്കിളിന്റെയും ഏരിയയും കണ്ടെത്തുക. ഓക്കെ, നമുക്ക് ഫസ്റ്റ് കേസ് നോക്കാം. ഒരു റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ ഇസ് ഈക്വൽ ടു 30 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അതായത് 30 സെന്റിമീറ്റർ പെരിമീറ്റർ ഉള്ള 3 റെക്റ്റാങ്കിൾ വരയ്ക്കുക. ആ 3 റെക്റ്റാങ്കിളിന്റെയും ഏരിയയും കണ്ടെത്തുക. ഇതാണ് നമ്മുടെ എയിം. അതുപോലെ ഓരോ റെക്റ്റാങ്കിളും വരയ്ക്കേണ്ടപ്പോൾ ആ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോയും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നോക്കുക. എല്ലാ റെക്റ്റാങ്കിളിന്റെയും പെരിമീറ്റർ എന്താണ്? 30 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ ഇസ് ഈക്വൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 × L + B. അങ്ങനെയാണെങ്കിൽ 30 is equal to 2 × L + B എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ L + B is equal to എന്തെന്ന് പറയാം? 30/2 which is equal to 15 സെന്റിമീറ്റർ. ഓക്കെ, എല്ലാ റെക്റ്റാങ്കിളിന്റെയും ലെങ്തും ബ്രെഡ്ത്തും കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്താണ്? അപ്പോൾ 15 സെന്റിമീറ്റർ ആണ്. ഇനി നമുക്ക് ഒന്നാമത്തെ റെക്റ്റാങ്കിൾ എടുക്കാം. റെക്റ്റാങ്കിൾ 1, അതിന്റെ ലെങ്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട്. എത്രയാണ്? ഏത് റേഷ്യോയിലാണ് വരേണ്ടത്? 1:2. അതുപോലെ തന്നെ ലെങ്തും ബ്രെഡ്ത്തും കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? പെരിമീറ്റർ എല്ലാത്തിനും 30 സെന്റിമീറ്റർ അല്ല. അങ്ങനെയാണെങ്കിൽ എല്ലാ റെക്റ്റാങ്കിളിന്റെയും ലെങ്തും ബ്രെഡ്ത്തും കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന എന്താണ്? 15 സെന്റിമീറ്റർ ആണ്. അപ്പോൾ L + B is equal to 15. ഇനി നോക്കുക. length is to breadth is equal to 1:2 ആണെങ്കിൽ ലെങ്ത് എന്തായിരിക്കും? ലെങ്തും ബ്രെഡ്ത്തും നമ്മൾ റേഷ്യോ പറയാം. ലെങ്തും ബ്രെഡ്ത്തും കൂട്ടി കിട്ടുന്നത് എത്രയാണെന്ന് പറയാം. എങ്കിൽ ലെങ്ത് is equal to 1/1 + 2 of 15 which is equal to 1/3 × 15 which is equal to 5 സെന്റിമീറ്റർ. ഓക്കെ, ലെങ്ത് 5 ആണെങ്കിൽ ഓക്കെ, നമ്മൾ ലെങ്ത് ഈസ് ബ്രെഡ്ത്ത് എന്നാണ് എടുത്തത്. അപ്പോൾ ലെങ്ത് ഈസ് ബ്രെഡ്ത്ത് എടുക്കുമ്പോൾ 1:2. അപ്പോൾ ലെങ്ത് ആയിരിക്കുമല്ലോ വലുത് തരേണ്ടത്. അപ്പോൾ നമ്മൾ അതിനെ തിരിച്ച് റേഷ്യോ തിരിച്ചെടുക്കാം. അതായത് നമ്മൾ ലെങ്ത് ഈസ് ബ്രെഡ്ത്തിന് വരാം ബ്രെഡ്ത്ത് ഈസ് ടു ലെങ്ത് എന്ന് കൊടുക്കുക. അപ്പോൾ ചെറിയൊരു നമ്പറാണ് ബ്രെഡ്ത്ത് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 5 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഈസ് ഈക്വൽ ടു എന്ത് വരും? 15 - 5 10 സെന്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ലെങ്തും ബ്രെഡ്ത്തും കിട്ടി. ഇനി ലെങ്തും ബ്രെഡ്ത്തും ഇനി എന്ത് ചെയ്യാം? ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. 10 സെന്റിമീറ്റർ ലെങ്തും 5 സെന്റിമീറ്റർ ബ്രെഡ്ത്തും ഉള്ള റെക്റ്റാങ്കിൾ വരയ്ക്കുക. അതായത് അതിന്റെ ഏരിയ എന്തായിരിക്കും? ലെങ്തും ബ്രെഡ്ത്തും അറിയാമെങ്കിൽ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ എന്ത് വരും? 50 സ്ക്വയർ സെന്റിമീറ്റർ. ഏരിയ എന്ത് കിട്ടും? 50 സ്ക്വയർ സെന്റിമീറ്റർ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് 10 സെന്റിമീറ്റർ ലെങ്തും 5 സെന്റിമീറ്റർ ബ്രെഡ്ത്തും ഉള്ള റെക്റ്റാങ്കിൾ വരയ്ക്കണം. അതിനുശേഷം അതിന്റെ ഏരിയ കണ്ടെത്തണം. ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് which is equal to 50 സ്ക്വയർ സെന്റിമീറ്റർ. ഇനി സെക്കൻഡ് റെക്റ്റാങ്കിൾ 2. അവിടെ എന്താണ്? ലെങ്തും ബ്രെഡ്ത്തും കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് എത്ര തന്നെയാണ്? 15 ആണ്. ലെങ്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ എന്താണ്? 2:3. അതായത് ലെങ്തും ബ്രെഡ്ത്തും 2:3 ബ്രെഡ്ത്ത് ഈസ് ടു ലെങ്ത് എന്ന് കൊടുക്കാം. ചെറുതിന് ബ്രെഡ്ത്ത് എന്ന് വലുതിന് ലെങ്ത് എന്ന് കൊടുക്കാം. അപ്പം 2:3. അങ്ങനെയാണെങ്കിൽ ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 2 + 3 of 15 which is equal to 2/5 × 15 which is equal to 2 × 3. 15 500/3 കിട്ടും which is equal to 6 സെന്റിമീറ്റർ. അതായത് ബ്രെഡ്ത്ത് 6 ആണെങ്കിൽ ലെങ്ത് എന്തായിരിക്കും? ലെങ്ത് ഈസ് ഈക്വൽ ടു 15 - 6 9 സെന്റിമീറ്റർ. ഓക്കെ, അപ്പോൾ എന്താ കിട്ടുക? നമുക്കിനി ലെങ്തും ബ്രെഡ്ത്തും കിട്ടി. ലെങ്ത് 9 സെന്റിമീറ്ററും ബ്രെഡ്ത്ത് 6 സെന്റിമീറ്ററും. അങ്ങനെയാണെങ്കിൽ ഏരിയ ഈസ് ഈക്വൽ ടു എന്ന് പറയാം? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് which is equal to 9 × 6 which is equal to 54 സ്ക്വയർ സെന്റിമീറ്റർ. അപ്പോൾ രണ്ടാമത്തെ റെക്റ്റാങ്കിളിന്റെ ഏരിയ കിട്ടി 54 സ്ക്വയർ സെന്റിമീറ്റർ. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഇവിടെ രണ്ടാമത്തെ റെക്റ്റാങ്കിൾ വരയ്ക്കണം. ലെങ്ത് 9 സെന്റിമീറ്ററും ബ്രെഡ്ത്ത് 6 സെന്റിമീറ്റർ ഉള്ള റെക്റ്റാങ്കിൾ വരയ്ക്കണം. എന്നിട്ട് അതിന്റെ ഏരിയ എഴുതണം. ദെൻ ലാസ്റ്റ് വൺ റെക്റ്റാങ്കിൾ 3. ലെങ്ത് plus breadth is equal to 15. breadth is to length is equal to 3:7. അങ്ങനെയാണെങ്കിൽ breadth is equal to 3/3 + 7 of 15 which is equal to 3/10 into 15 which is equal to 45/10 which is equal to 4.5 centimeter. അപ്പോൾ ലെങ്ത് ബ്രെഡ്ത്ത് 4.5 കിട്ടിയപ്പോൾ ലെങ്ത് എത്രയായിരിക്കും? 15 - 4.5 10.5 സെന്റിമീറ്റർ. അപ്പോൾ ലെങ്തും ബ്രെഡ്ത്തും കിട്ടി. അങ്ങനെയാണ് ഏരിയ എന്തായിരിക്കും? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് which is equal to 10.5 into 4.5 which is equal to
47.25 square centimeter. Area 47.25 square centimeter. Okay, അപ്പോൾ ഈ റെക്ടാംഗിൾ വരയ്ക്കണമെങ്കിൽ എങ്ങനെ വരയ്ക്കണം? ലെങ്ത് 10.5 സെന്റിമീറ്ററും ബ്രെഡ്ത്ത് 4.5 ഉള്ള റെക്ടാംഗിൾ വരയ്ക്കുക. ഓക്കെ ഓക്കെ ഇനി ഒന്നുകൂടെ പറയാം. ഈ ക്വസ്റ്റ്യനിൽ ഒരു റെക്ടാംഗിളിന്റെ പെരിമീറ്റർ 30 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ആ റെക്ടാംഗിളിൽ ലെങ്ത് ബ്രെഡ്ത്ത് തമ്മിലുള്ള റേഷ്യോ 1:2 ആണെന്നും തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ പെരിമീറ്റർ 30 ആണെങ്കിൽ പെരിമീറ്റർ = 2 × l + b ആണ്. 30 = 2 × l + b എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ബ്രെഡ്ത്ത് കൂട്ടിയാൽ എത്രയായിരിക്കും കിട്ടുന്നത്? 15 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പം ഇവിടെ 3 കേസസ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ റെക്ടാംഗിളിന്റെ സൈഡ്സിന്റെ റേഷ്യോ 1:2, രണ്ടാമത്തെ റെക്ടാംഗിളിന്റെ 2:3, മൂന്നാമത്തെ റെക്ടാംഗിളിന്റെ 3:7. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ റെക്ടാംഗിൾ വരയ്ക്കാൻ പോവാണ്. വരയ്ക്കാൻ വേണ്ടി എന്താണ്? ലെങ്ത് ബ്രെഡ്ത്തും വേണം, അതുപോലെ തന്നെ ഏരിയയും കണ്ടെത്തണം. അപ്പം ബ്രെഡ്ത്ത് ഈസ് ടു ലെങ്ത് ഈസ് ഈക്വൽ ടു 1:2 ആൻഡ് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 15 സെന്റിമീറ്റർ. അങ്ങനെയെങ്കിൽ രണ്ട് ക്വാണ്ടിറ്റീസിന്റെ റേഷ്യോയും അറിയാം, ആ രണ്ട് ക്വാണ്ടിറ്റീസിന്റെ സമ്മും അറിയാമെങ്കിൽ രണ്ട് ക്വാണ്ടിറ്റീസ് കണ്ടെത്താം. അപ്പോൾ ഫസ്റ്റ് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 1/1 + 2 of 15 which is equal to 1/3 of 15 which is equal to 5 സെന്റിമീറ്റർ. അപ്പോൾ ബ്രെഡ്ത്ത് 5 ആണെങ്കിൽ ലെങ്ത് ബ്രെഡ്ത്ത് കൂട്ടിയാൽ 15 ആണല്ലോ. അപ്പോൾ എന്ത് പറയാം? ലെങ്ത് ഈസ് ഈക്വൽ ടു 15 - 5 10 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാമല്ലോ. ഏരിയ ഈസ് ഈക്വൽ ടു 10 × 5 50 സെന്റിമീറ്റർ സ്ക്വയർ അല്ലെ 15 സ്ക്വയർ സെന്റിമീറ്റർ. ഇനി ഈ റെക്ടാംഗിൾ നമുക്ക് വരയ്ക്കാമല്ലോ. ലെങ്ത് 5 സെന്റിമീറ്ററും ബ്രെഡ്ത്ത് 5 ഉള്ള റെക്ടാംഗിൾ വരയ്ക്കണം. ഇനി രണ്ടാമത്തെ റെക്ടാംഗിൾ, അവിടെ ലെങ്ത് ബ്രെഡ്ത്തും കൂട്ടിയാൽ 15 ആണ്. ലെങ്ത് ബ്രെഡ്ത്ത് തമ്മിലുള്ള റേഷ്യോ 3:2 ആണ്, അല്ലെങ്കിൽ ബ്രെഡ്ത്തും ലെങ്ത് തമ്മിലുള്ള റേഷ്യോ 2:3 ആണ്. അങ്ങനെയാണെങ്കിൽ ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 2/2 + 3 of 15 which is equal to 2/5 × 15 which is equal to 15 5 ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കിട്ടും. 2 × 3 6 സെന്റിമീറ്റർ. ബ്രെഡ്ത്ത് 6 ആണെങ്കിൽ ലെങ്ത് എന്തായിരിക്കും? 15 - 6 9 സെന്റിമീറ്റർ. അപ്പോൾ ലെങ്ത് ബ്രെഡ്ത്ത് കിട്ടി. ഏരിയ കണ്ടുപിടിക്കാമല്ലോ. 9 × 6 54 സ്ക്വയർ സെന്റിമീറ്റർ. ഇവിടെ നമുക്ക് റെക്ടാംഗിൾ വരയ്ക്കാമല്ലോ. ബ്രെഡ്ത്ത് 6 ഉം ലെങ്ത് 9 ഉം ഉള്ള റെക്ടാംഗിൾ വരയ്ക്കണം. തേർഡ് വൺ, ലെങ്ത് ബ്രെഡ്ത്ത് തമ്മിലുള്ള റേഷ്യോ അല്ല ബ്രെഡ്ത്ത് ലെങ്ത് തമ്മിലുള്ള റേഷ്യോ 3:7 ആണ്. ലെങ്ത് ബ്രെഡ്ത്ത് കൂട്ടിയാൽ 15 ആണെങ്കിൽ ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 3/3 + 7 of 15 which is equal to 3/10 × 15 which is equal to 3 × 15 ചെയ്യുമ്പോൾ 45 വരും. 45/10 which is equal to 4.5 സെന്റിമീറ്റർ. രണ്ടാമത്തേത്, അങ്ങനെയാണെങ്കിൽ ലെങ്ത് അല്ല ബ്രെഡ്ത്ത് 4.5 ആണ്. ലെങ്ത് എന്തായിരിക്കും? 15 - 4.5 10.5 സെന്റിമീറ്റർ. ലെങ്ത് ബ്രെഡ്ത്ത് കിട്ടി. ഏരിയ കണ്ടുപിടിക്കാമല്ലോ. 10.5 × 4.5 47.25 സ്ക്വയർ സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ റെക്ടാംഗിൾ വരയ്ക്കാമല്ലോ. ലെങ്ത് 10.5 ഉം ബ്രെഡ്ത്ത് 4.5 ഉള്ള റെക്ടാംഗിൾ വരയ്ക്കുക. 3 റെക്ടാംഗിളിലെ മെഷർമെന്റ്സ് അറിയാം, ഏരിയയും അറിയാം, റെക്ടാംഗിൾ വരയ്ക്കാനും അറിയാം. ഓക്കെ, അപ്പോൾ ഈ ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യനും നന്നായിട്ട് മനസ്സിലിട്ട് വായിക്കുക, എഴുതി പഠിക്കുക. നോട്ട്ബുക്കിലെല്ലാം ഒരു തവണ എഴുതുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.